കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് സ്വദേശികളുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. മണ്ണൂർ സ്വദേശി പുത്തൻപുരയിൽ റിയ ആൻഡ് മകൾ ടൈറ റോഡിഗസ് എന്നിവരുടെ മൃതദേഹമാണ് വീട്ടിലെത്തിച്ചത്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഭർത്താവിന്റെ നാടായ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. സമീർ ബിൻ കരീം പാലക്കാട് നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വലിയ വേദനയാണ്. ഈ രീതിയിൽ കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച ഇവരുടെ വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അവിടെ ആ സമയം തൊട്ട് ആ നാട്ടുകാരും ഒപ്പം തന്നെ കുടുംബക്കാരും ഒക്കെ വലിയ വേദനയിലാണ്. അവർ ആ വിവരം, അവരുടെ വിഷമം പങ്കുവെച്ചതുമാണ്. ഇപ്പോൾ മൃതദേഹം ആ വീട്ടിലെത്തിച്ചിരിക്കുന്നു. അവിടെ ഒരു വലിയ ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് മണ്ണൂർ സ്വദേശി പുത്തൻപുരൽ റിയ ആൻഡ് മകൾ ടൈറ റോഡിഗസ് എന്നിവരുടെ മൃതദേഹമാണ് അവരുടെ മണ്ണൂരിലെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇവർക്കൊപ്പം വാഹനാപകടത്തിൽപ്പെട്ട റിയയുടെ ഭർത്താവ് ജോയൽ, മകൻ ട്രാവിസ് എന്നിവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു. അവർ അല്പസമയം മുൻപ് ആദ്യം ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹം എല്ലാവരും ചേർന്ന് സ്വീകരിക്കുകയാണ്. VK ശ്രീകണ്ഠൻ MP, കോങ്ങാട് MLA ശാന്തകുമാരി അടക്കമുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ ഈ വീട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട്. വളരെ വൈകാരികമായ ഒരു രംഗമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. കാരണം ഈ അവധി കഴിഞ്ഞ് റിയയും കുടുംബവും എല്ലാം തന്നെ വീട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് ഒരു വിനോദയാത്ര പോകുന്നത്. അങ്ങനെയാണ് ഈ വിനോദയാത്രയുടെ അവസാന ദിവസം ഈ വീട്ടിലേക്ക് മടങ്ങുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപാണ് അവർ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് ഈ റിയ ആനും മകൾ ടൈറ റോഡിഗസും അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. തിങ്കളാഴ്ച 3 മണിയോട് കൂടെ ഈ റിയ വീട്ടിലേക്ക് വിളിച്ച അമ്മയോട് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ യാത്ര പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുമെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് മരണ വാർത്തയാണ് ഈ കുടുംബം കേൾക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഈ റിയയുടെ മകൻ ട്രാവിസിന് ഈ റിയയും ഒപ്പം തന്നെ മകളും മരിച്ച കാര്യം ഇന്ന് രാവിലെ വരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ വീട്ടിൽ എത്തിയതിനു ശേഷമാണ് ഈ മരണവിവരം ഈ മകനെ അറിയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. വളരെ സങ്കടകരമായ ഒരു നിമിഷങ്ങൾക്കാണ് ഇവിടെ ഇപ്പോൾ സാക്ഷിയാകുന്നത്. അയൽവാസികളും ഇവരുടെ സുഹൃത്തുക്കളും എല്ലാവരും തന്നെ നിലവിൽ ഈ വീട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഈ അല്പസമയം ആദ്യം വീട്ടിനകത്ത് ദർശനത്തിന് വെക്കും. ബന്ധുക്കൾക്കൊക്കെ തന്നെ മൃതദേഹം അവസാനമായി കാണാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഈ വീടിന്റെ പുറത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി കാണാനുള്ള അവസരവും ഒരുക്കും. അതിനുശേഷം 1 മണിക്കൂറത്തെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും മൃതദേഹം ഈ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുക. റിയയുടെ ഭർത്താവ് താമസിക്കുന്നത് കോയമ്പത്തൂരിലാണ്. അവരുടെ നാട് അവിടെയാണ്. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ കോയമ്പത്തൂരിലാണ് നടക്കുക എന്നുള്ളതാണ് ഈ കുടുംബം നമ്മെ അറിയിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ മാത്രമാണ് പൊതുദർശനത്തിന് ഇവിടെ സമയം ചിലവഴിക്കുക. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രയാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എത്തിച്ച് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ മൃതദേഹം പാലക്കാട് വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ 1 മണിക്കൂർ നേരമേ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്.